ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഹിസ്റ്റോറിയോഗ്രഫിയിൽ നിന്നും ലിയോപോൾഡ് വോൺ റാങ്കെ ആധുനിക കാലഘട്ടത്തിലെ ഒബ്ജക്റ്റീവ് ഹിസ്റ്റോറിയനായ അല്ലെങ്കിൽ വസ്തുനിഷ്ഠ ചരിത്രകാരനായ ലിയോപോൾഡ് വോൺ റാങ്കെയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലിയോപോൾഡ് വോൺ റാങ്കെ 1795 ജനിക്കുന്നത്. 1885 അദ്ദേഹം മരണമടഞ്ഞു. റാങ്കെ ഈസ് ദി ഒബ്ജക്റ്റീവ് ഹിസ്റ്റോറിയൻ ഓഫ് ദ മോഡേൺ പീരീഡ് ആൻഡ് ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ സയന്റിഫിക് ഹിസ്റ്റോറിയോഗ്രഫി. അപ്പോൾ റാങ്കെ ആധുനിക കാലഘട്ടത്തിലെ ഒബ്ജക്റ്റീവ് ഹിസ്റ്റോറിയൻ ആണെങ്കിൽ വസ്തുനിഷ്ഠ ചരിത്രകാരനാണ്. അദ്ദേഹത്തെ മോഡേൺ ഏജിലെ മോഡേൺ സയന്റിഫിക് ഹിസ്റ്ററിയുടെ പിതാവ് അല്ലെങ്കിൽ ആധുനിക ചരിത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ജർമ്മനി സൃഷ്ടിച്ച മുൻനിര ചരിത്രകാരനായ റാങ്കെ ചരിത്രരചനയിൽ ഒരു പുതിയ യുഗത്തിന് ആരംഭം കുറിച്ചു എന്ന് പറയുന്നതാണ് സത്യം. ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ഹിസ്റ്ററി compel us to think that his principal aim in life was to study and write history. ചരിത്രം പഠിക്കുന്നതും എഴുതുന്നതുമായിരുന്നു ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ചിന്തിക്കാൻ ചരിത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഹി സ്റ്റഡീഡ് ഫിലോസഫി, theology and history and began to teach history in a school at Frankfurt. തത്വചിന്ത, ദൈവശാസ്ത്രം, ചരിത്രം എന്നിവ അദ്ദേഹം പഠിക്കുകയും ഫ്രാങ്ക്ഫർട്ടിലെ ഒരു സ്കൂളിൽ ചരിത്രം പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. He studied Roman history and had an admiration for it and developed the critical study of source materials. റാങ്കെ റോമൻ ചരിത്രം പഠിക്കുകയുണ്ടായി. ഹി അഡ്മയർഡ് റോമൻ ഹിസ്റ്ററി. അദ്ദേഹത്തിന് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു റോമൻ ചരിത്രത്തിൽ. അതുപോലെ തന്നെ സോഴ്സ് മെറ്റീരിയൽസിന്റെ, അതായത് ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന ഉറവിടങ്ങളുടെ, സോഴ്സ് മെറ്റീരിയലുകളുടെ ക്രിട്ടിക്കൽ സ്റ്റഡി, വിമർശനാത്മകമായിട്ടുള്ള പഠനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയും ആ ഒരു ടെക്നിക്ക്, അതായത് ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് സോഴ്സ് മെറ്റീരിയൽസ് എന്നുള്ള ആ ഒരു സമ്പ്രദായം, രീതി, മെത്തേഡ് ഓഫ് സ്റ്റഡി അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. He made an enthusiastic and systematic study of classical Greco-Roman historical research and an anxiety to ascertain the truth with reference to original sources. ക്ലാസിക്കൽ ഗ്രീക്കോ റോമൻ ചരിത്ര ഗവേഷണത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ആവേശത്തോടെയും അതുപോലെ തന്നെ ആസൂത്രിതമായും പഠനം നടത്തുകയും യഥാർത്ഥ ഉറവിടങ്ങളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ സോഴ്സ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് സത്യം കണ്ടെത്താനുള്ള ശ്രമവും അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്ന് റാങ്കെ വിളിക്കപ്പെടുന്നു. 1795 ഡിസംബർ 20 ജർമ്മനിയിലെ സാക്സണിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു അഭിഭാഷകനായിരുന്നു. 1825 ചരിത്രത്തിന്റെ പ്രൊഫസറായി ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെത്തിയ റാങ്കെ അവിടെ നടത്തിയ ചരിത്ര സെമിനാറിൽ ശ്രദ്ധേയമായ വിജയം നേടുകയുണ്ടായി. അതുപോലെ തന്നെ ആ സെമിനാറുകളുടെ നടത്തിപ്പിലൂടെ തന്നെ അദ്ദേഹം വളരെ ലോകവ്യാപകമായ ഒരു സ്വാധീനവും നേടിയെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ധാരാളം സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെയും ഒക്കെ ലഭിക്കുകയുണ്ടായി. He was the first professional historian to apply the method of critical study of the materials, which inaugurated the modern critical historiography. ആധുനിക വിമർശനാത്മക ചരിത്രരചനയ്ക്ക് തുടക്കമിടുകയും സോഴ്സ് മെറ്റീരിയൽസിന്റെ വിമർശനാത്മകമായിട്ടുള്ള പഠന രീതി പ്രയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ പ്രൊഫഷണൽ ചരിത്രകാരനായിരുന്നു റാങ്കെ.
He was very particular that historians must use archives and documents for writing objective history with due respect for accuracy. വസ്തുനിഷ്ഠമായ ചരിത്രം എഴുതുന്നതിനായി ചരിത്രകാരന്മാർ ആർക്കൈവുകളും രേഖകളും കൃത്യതയോടെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. His principal aim was to establish the importance of facts in historical writings, and he exposed the untrustworthiness of traditional history based on myth, ballads, hearsay, and other irresponsible data. ചരിത്രരചനയിൽ വസ്തുതകളുടെ അല്ലെങ്കിൽ ഫാക്ട്സിന്റെ പ്രാധാന്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. പുരാണം, കഥകൾ, അതുപോലെ തന്നെ കേട്ടുകേൾവികൾ, മറ്റ് നിരുത്തരവാദപരമായിട്ടുള്ള ഡാറ്റകൾ, അതായത് നമുക്ക് സത്യമെന്ന് വലിയ ഉറപ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഡേറ്റാസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത ചരിത്രത്തിന്റെ അവിശ്വസനീയത അദ്ദേഹം തുറന്നു കാട്ടുകയുണ്ടായി. An important contribution of Ranke to historical study was the founding of the historical journal Historische Zeitschrift. അതായത് ചരിത്ര പഠനത്തിന് റാങ്കയുടെ ഒരു പ്രധാന സംഭാവന എന്ന് പറയുന്നത് ഹിസ്റ്റോറിഷെ സെയ്സ്ക്രിഫ്റ്റ് എന്ന ചരിത്ര ജേണലിന്റെ സ്ഥാപനമായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഹിസ്റ്റോറിക്കൽ ജേണലാണ് ഹിസ്റ്റോറിഷെ സെയ്സ്ക്രിഫ്റ്റ്. ഇറ്റ് റെപ്രസെന്റഡ് ദ ട്രൂ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ചരിത്ര ഗവേഷണത്തിന്റെ യഥാർത്ഥ രീതി എന്താണെന്ന് കാണിച്ചു തരാൻ ഈ ജേണലിന് സാധിച്ചു എന്നുള്ളതാണ്. ഇറ്റ് റെപ്രസെന്റഡ് ദ ട്രൂ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ചരിത്ര ഗവേഷണത്തിന്റെ യഥാർത്ഥ രീതിയെ ഇത് കാണിച്ചു തന്നു, അല്ലെങ്കിൽ ഇത് പ്രതിനിധീകരിച്ചു. റാങ്കെ ഓൾവേസ് റിസോൾവ്ഡ് ടു സ്റ്റിക്ക് ടു ഫാക്ട്സ് ഇൻ ഹിസ് വർക്ക്സ്. തന്റെ കൃതികൾ വസ്തുതാപരമായിരിക്കണമെന്ന് റാങ്കെക്ക് എപ്പോഴും നിർബന്ധമുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ഹിം, ട്രൂത്ത് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ദാൻ റൊമാൻസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രണയത്തെ അല്ലെങ്കിൽ റൊമാൻസിനേക്കാൾ സത്യം രസകരവും മനോഹരവുമാണ് എന്നുള്ളതാണ്. French history was heartily welcomed in France because of his reliance on facts and truth. വസ്തുതകളെയും സത്യത്തെയും ആശ്രയിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ചരിത്രം ഫ്രാൻസിൽ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യപ്പെട്ടു. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ, പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. His work Histories of the Roman and German Peoples is the product of his original research and critical study of historical facts. Histories of the Roman and German Peoples എന്ന അദ്ദേഹത്തിന്റെ കൃതി റാങ്കയുടെ യഥാർത്ഥ ഗവേഷണത്തിന്റെയും ചരിത്ര വസ്തുതകളുടെ വിമർശനാത്മകമായിട്ടുള്ള പഠനത്തിന്റെയും ഒരു പ്രോഡക്റ്റ് ആണ്. Early historians had committed many errors since they did not follow a proper methodology and had not written history based on historical facts. ശരിയായ ഒരു രീതിശാസ്ത്രം പിന്തുടരാത്തതിനാലും ചരിത്രപരമായ വസ്തുതകളെ അടിസ്ഥാനമാക്കി ചരിത്രം എഴുതിയിട്ടില്ലാത്തതിനാലും ആദ്യകാല ചരിത്രകാരന്മാർ നിരവധി തെറ്റുകൾ ചരിത്രരചനയിൽ വരുത്തിയിരുന്നു. He exposed these errors and criticized them severely and was against patriotic prejudices. അപ്പോൾ റാങ്കെ ചരിത്രകാരന്മാർ വരുത്തിയ ഇത്തരം തെറ്റുകൾ തുറന്നു കാട്ടുകയും അവയെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം ദേശസ്നേഹപരമായ മുൻവിധികൾക്ക് എതിരായിരുന്നു. അതായത് ചരിത്രരചനയിൽ കടന്നു വരാറുള്ള അല്ലെങ്കിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു പിഴവായിട്ടുള്ള ദേശസ്നേഹപരമായിട്ടുള്ള മുൻവിധികൾ, patriotic prejudices, അപ്പോൾ ഇതിനും അദ്ദേഹം എതിരായിരുന്നു. To collect historical material for writing books, Ranke undertook tours to some of the European states including Austria. ചരിത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പുസ്തകം എഴുതുന്നതിനുമായിട്ട് ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റാങ്കെ പര്യടനം നടത്തുകയുണ്ടായി. വിയന്നയിലായിരിക്കുമ്പോൾ സെർബിയൻ നാടോടി ഗാനങ്ങളുടെ ഒരു ശേഖരം തയ്യാറാക്കിയ വുക് സ്റ്റെഫാനാവിക്കുമായി
അദ്ദേഹം ബന്ധപ്പെടുകയും വുക്കിന്റെ സ്വാധീനം അദ്ദേഹത്തിന് സെർബിയയിലെ വിപ്ലവത്തിന്റെ ചരിത്രം എന്ന പുസ്തകം എഴുതാൻ പ്രേരണയാവുകയും ചെയ്തു. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകത്തെക്കാൾ, അതായത് ഹിസ്റ്ററീസ് ഓഫ് ദ റോമൻ ആൻഡ് ജർമ്മൻ പീപ്പിൾസ് എന്ന ആദ്യ പുസ്തകത്തെക്കാൾ വളരെയധികം പ്രശംസ അല്ലെങ്കിൽ പ്രശസ്തി നേടുകയുണ്ടായി. Ranke tried to explain in his book how the Serbs had survived centuries of subjection. അപ്പൊ നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലിനെ സെർബിയൻ ജനത എങ്ങനെ അതിജീവിച്ചുവെന്ന് റാങ്കെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. The history of the modern world in 7 volumes represents his successful attempt at writing a universal history. The history of world എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് അദ്ദേഹം 7 വാല്യങ്ങളായിട്ടാണ്, 7 വോളിയംസിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സാർവത്രിക ചരിത്ര രചനയിൽ അദ്ദേഹത്തിന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഈ 7 വാല്യങ്ങളിലായിട്ടുള്ള ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്നുള്ള പുസ്തകം. Ranke remained most active till his death, and at the age of 85 he published 2 volumes of the history of the world. മരിക്കുന്നത് വരെ ചരിത്രരചനയിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു, ആക്റ്റീവ് ആയിരുന്നു. റാങ്കെ തൻ്റെ 85-ാം വയസ്സിൽ ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന വർക്കിന്റെ ആദ്യ 2 വോളിയംസ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. He was able to publish 6 volumes of the history of the world before he died in May 1886. 1886-ൽ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഈ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന വർക്കിന്റെ മൊത്തം 6 വോളിയംസ് അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം 85-ാമത്തെ വയസ്സിലാണ് ആ പുസ്തകത്തിന്റെ 2 വോളിയംസ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏജിൽ പോലും അദ്ദേഹം ഹിസ്റ്ററി റൈറ്റിംഗിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ദ റെസ്റ്റ് ഓഫ് ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ഹിസ് സ്റ്റുഡൻസ്. അദ്ദേഹത്തിന്റെ മരണശേഷം ബാക്കിയുള്ള വോളിയംസ് അല്ലെങ്കിൽ ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആണ്. അങ്ങനെ ഹിസ്റ്ററി ഓഫ് വേൾഡ് മൊത്തം 7 വോളിയംസിലായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സൽ ഹിസ്റ്ററി റൈറ്റിംഗിലുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു ശ്രമത്തെയാണ് ഈ വർക്ക് പ്രതിനിധീകരിക്കുന്നത്. ദ ഹിസ്റ്ററി ഓഫ് ദ പോപ്സ് ഈസ് ആൻ എക്സലന്റ് വർക്ക് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അദ്ദേഹത്തിന്റെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ദ പോപ്സ് ആണ്. റാങ്കെയുടെ ചരിത്ര ഗവേഷണത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഹിസ്റ്ററി ഓഫ് ദ പോപ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക്. അക്കോർഡിംഗ് ടു ഹിം, ദ പേപ്പസി വാസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യൂറോപ്പ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യൂറോപ്പിന്റെ വികസനത്തിലും പരിവർത്തനത്തിലും പേപ്പസി എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമായിരുന്നു. ടു ഹിം ഇറ്റ് വാസ് എ ഗ്രേറ്റ് യൂണിഫയർ ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് യൂറോപ്യൻ നാഗരികതയുടെ ഒരു വലിയ യൂണിഫയർ ആയിരുന്നു പോപ്പ്. അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് റിഫോർമേഷൻ ഇൻ ജർമ്മനിയാണ്. യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും നവീകരണ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ റിഫോർമേഷൻ കാലഘട്ടത്തിലെ ജർമ്മനിയുടെ ചരിത്രവും മനസ്സിലാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു വർക്കാണ് റാങ്കെയുടെ ഹിസ്റ്ററി ഓഫ് റിഫോർമേഷൻ ഇൻ ജർമ്മനി എന്ന് പറയുന്ന പുസ്തകം. ദിസ് ബുക്ക് വാസ് മെയിൻലി ബേസ്ഡ് ഓൺ മാനുസ്ക്രിപ്റ്റ് മെറ്റീരിയൽസ്. ഈ പുസ്തകം പ്രധാനമായും കൈയെഴുത്തു പ്രതികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വർക്കായിരുന്നു. ഇൻ 1847 to 48 he published 9 books on Prussian history. ഈ ഒരു കാലഘട്ടത്തിൽ 1847-48 കാലഘട്ടത്തിലാണ് റാങ്കെ പ്രഷ്യൻ ഹിസ്റ്ററിയിൽ, അതായത് പ്രഷ്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള 9 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മാധ്യമങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട സ്റ്റേറ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒക്കെ ഉപയോഗിച്ച് അത് അടിസ്ഥാനമാക്കി റാങ്കെ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്
പ്രഷ്യൻ ഹിസ്റ്ററി എന്നുള്ള പുസ്തകം, പ്രഷ്യൻ ചരിത്രം. He traced the rise of Prussia with special reference to the rule of Frederick William I in this book. ഈ പുസ്തകത്തിൽ ഫ്രെഡറിക് വില്യം ഒന്നാമന്റെ ഭരണത്തെക്കുറിച്ച് പ്രത്യേക പരാമർശത്തോടെ അദ്ദേഹം പ്രഷ്യയുടെ ഉയർച്ച, എങ്ങനെയാണ് പ്രഷ്യയുടെ വളർച്ച ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പരാമർശിക്കുന്നു. He wrote the English history for which he collected materials from archives at London, Dublin, Paris and Hague. ലണ്ടൻ, ഡ്യൂബ്ലിൻ, പാരീസ്, ഹേഗ് എന്നിവിടങ്ങളിലെ ആർക്കൈവുകളിൽ നിന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം രചിക്കുന്നത്. ദിസ് ബുക്ക് മെയിൻലി ഡീൽസ് വിത്ത് ദ റിലേഷൻസ് ഓഫ് ഇംഗ്ലണ്ട് വിത്ത് അതർ പവേഴ്സ് ഇൻ യൂറോപ്പ് ആൻഡ് ദെയർ ഇമ്പാക്ട് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ഈ പുസ്തകം പ്രധാനമായും യൂറോപ്പിലെ മറ്റ് ശക്തികളുമായുള്ള ഇംഗ്ലണ്ടിന്റെ ബന്ധത്തെക്കുറിച്ചും അത് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. He also gives an account of the early history of England till the accession of George III. ജോർജ് മൂന്നാമൻ അധികാരമേറ്റതുവരെയുള്ള ഇംഗ്ലണ്ടിന്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു. In his English history, he condemned the Irish massacres committed by Cromwell. തന്റെ ഈ ഇംഗ്ലീഷ് ചരിത്രത്തിൽ ഒലിവർ ക്രോംവെൽ നടത്തിയ ഐറിഷ് കൂട്ടക്കൊലകളെ അദ്ദേഹം അപലപിക്കുന്നു. ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ജനറലും സ്റ്റേറ്റ്സ്മാനും ഒക്കെയാണ്. He produced a number of historical works during the subsequent years. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം നിരവധി ചരിത്രകൃതികൾ രചിക്കുകയുണ്ടായി. അത്തരത്തിൽ അദ്ദേഹം രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ചിലതാണ് The Contributions to German History, The 7 Years' War, The Origin of the Wars of Devolution, A History of France principally in the 16th and the 17th centuries, etc. His French history was most heartily welcomed in France. അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ചരിത്രത്തെ ഫ്രാൻസിൽ വളരെ ഹൃദ്യമായിട്ടാണ് സ്വാഗതം ചെയ്തത്. His work, The Great Powers of Europe, is a product of 40 years of hard work, and his work, Universal History, comprehends the life of mankind in its fullness and totality. യൂറോപ്പിന്റെ മഹത്തായ ശക്തികൾ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് പവേഴ്സ് ഓഫ് യൂറോപ്പ് എന്ന അദ്ദേഹത്തിന്റെ കൃതി 40 വർഷത്തെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും സൃഷ്ടിയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്ന കൃതി മനുഷ്യരാശിയുടെ ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിലും സമഗ്രതയിലും മനസ്സിലാക്കുന്ന ഒരു കൃതി കൂടി ആണ്. His work contributed to the development of the scientific basis of modern objective history. റാങ്കെ തന്റെ കൃതികളിലൂടെ ആധുനിക വസ്തുനിഷ്ഠ ചരിത്രത്തിന്റെ വളർച്ചയ്ക്ക് ശാസ്ത്രീയമായ അടിത്തറയിട്ടു എന്നുള്ളതാണ് വാസ്തവം. For writing his works, he consulted original state papers, diaries, correspondence, official reports, and other first-hand archival materials. തന്റെ കൃതികൾ എഴുതുന്നതിന് ഒറിജിനൽ സ്റ്റേറ്റ് പേപ്പറുകളും, അതായത് ഒഫീഷ്യൽ ഗവൺമെന്റൽ പേപ്പേഴ്സും, ഡയറീസ്, അതുപോലെ തന്നെ മറ്റ് കത്തിടപാടുകൾ, കറസ്പോണ്ടൻസ്, ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്സ്, ഒഫീഷ്യൽ റിപ്പോർട്ട്സ്, അതുപോലെ മറ്റ് ആർക്കൈവൽ മെറ്റീരിയൽസ് എന്നിവ അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. ബെർലിൻ, വിയന്ന, പാരീസ്, വെനീസ്, റോം എന്നിവിടങ്ങളിലെ ആർക്കൈവുകളിലെ പുരാഗ്രന്ഥശാലകളിലെ സാമഗ്രികൾ പരിശോധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. He thus professionalized history and became the founder of the modern historical science. അങ്ങനെ അദ്ദേഹം ചരിത്രത്തെ പ്രൊഫഷണലൈസ് ചെയ്യുകയും ആധുനിക ചരിത്ര ശാസ്ത്രത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. He developed a methodology for editing the source material which made objective history a reality. സോഴ്സ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചരിത്രരചനയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്രോതസ്സുകളെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു രീതി അദ്ദേഹം
വികസിപ്പിച്ചെടുത്തു. ഇത് വസ്തുനിഷ്ഠ ചരിത്രത്തെ യാഥാർത്ഥ്യമാക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ചരിത്രരചനയ്ക്ക് ലഭിക്കുന്ന നിരവധി ഡേറ്റാസിൽ നിന്നും വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തെടുക്കുന്നതിൽ അദ്ദേഹം അതിനാവശ്യമായിട്ടുള്ള ഒരു മെത്തഡോളജി, ഒരു രീതി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു മെത്തഡോളജി വസ്തുനിഷ്ഠ ചരിത്രം അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഒരു റിയാലിറ്റി ആക്കി മാറ്റി, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി മാറ്റി. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ബെർലിൻ റെവല്യൂഷൻ ഇൻ ഹിസ്റ്ററി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെർലിൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു രക്തരൂക്ഷിത വിപ്ലവമല്ല. ഇത് ചരിത്രരചനയിൽ അല്ലെങ്കിൽ ചരിത്രരചനയുടെ രീതിശാസ്ത്രത്തിൽ സംഭവിച്ച ഒരു വിപ്ലവമാണ്. അതായത് റാങ്കെ ചരിത്രരചനയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അതായത് ചരിത്രത്തെ ഒബ്ജക്റ്റീവാക്കി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മെത്തഡോളജി അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അപ്പോൾ അതാണ് ഈ ബെർലിൻ റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റെവല്യൂഷൻ സംഭവിച്ചത് ചരിത്രരചനയുടെ രീതിശാസ്ത്രത്തിലാണ്. He could develop history as an independent branch of study. പഠനത്തിന്റെ ഒരു സ്വതന്ത്ര ശാഖയായി അദ്ദേഹത്തിന് ചരിത്രത്തെ വികസിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചു. He was influenced by Lutheranism, so he calls history a revelation of God. ലൂഥറാനിസം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അതിനാൽ ചരിത്രത്തെ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് അദ്ദേഹം വിളിച്ചു. അക്കോർഡിംഗ് ടു ഹിം, ഇൻ ഓൾ ഹിസ്റ്ററി ഗോഡ് ഡെൽസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാ ചരിത്രത്തിലും ദൈവം വസിക്കുന്നു എന്നുള്ളതാണ്. ദ ഐഡിയാസ് ആർ ദ തോട്ട്സ് ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്. ഹി ബിലീവ്ഡ് in the divine impact on the destinies of man and held that every epoch stood in immediate relationship with God. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാ ചരിത്രത്തിലും ദൈവം വസിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ദൈവത്തിന്റെ ചിന്തകളാണ് ആശയങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യരുടെ വിധികളിൽ അല്ലെങ്കിൽ ഡെസ്റ്റിനിയിൽ ദൈവിക സ്വാധീനം ചെലുത്തപ്പെടുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ മനുഷ്യരുടെ വിധി നിർണയിക്കുന്നത് ദൈവമാണ് എന്നുള്ള ഒരു വിശ്വാസം റാങ്കേക്കുണ്ടായിരുന്നു. ഓരോ യുഗവും ദൈവവുമായുള്ള ഒരു ബന്ധത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. He believed in the divine impact on the destinies of man and held that every epoch stood in immediate relationship with God. He was the loyal servant of the Prussian monarchy. പ്രഷ്യൻ രാജവാഴ്ചയുടെ ഒരു വിശ്വസ്ത സേവകനായിരുന്നു റാങ്കെ. എ ഡിഫൻഡർ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. സഭയുടെയും ചർച്ചിന്റെയും ഭരണകൂടത്തിന്റെയും സംരക്ഷകനായിരുന്നു. What he wrote was complete reflection of his notions, bias and interest. His reverence to religion and the influence of religious values in life have been harmoniously blended in his writings of history. അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളുടെയും പക്ഷപാതിത്വത്തിന്റെയും പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ്. അതുപോലെ തന്നെ മതത്തോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനവും ജീവിതത്തിൽ മതമൂല്യങ്ങളുടെ സ്വാധീനവും അദ്ദേഹത്തിന്റെ ചരിത്രരചനയിൽ സമന്വയിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ ഓൺലി എക്സ്പ്രഷൻ ഓഫ് ജർമ്മൻ കൺസർവേറ്റിസം. അതായത് ജർമ്മൻ യാഥാസ്ഥിതികതയുടെ ഒരു പ്രകടനമായിരുന്നു ഇത് എന്ന് പറയുന്നത്. He was opposed to the philosophic method of Hegel, whose rational will is the founding source of all history. എല്ലാ ചരിത്രത്തിന്റെയും ഉറവിടമായ യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഹെഗലിന്റെ ഫിലോസഫിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദാർശനിക രീതിയെ റാങ്കെ എതിർത്തിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു ദൈവ നിശ്ചയപ്രകാരമാണ് ചരിത്രകാരൻ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ മനുഷ്യന്റെ പരിശ്രമവും
ദൈവഹിതവും തമ്മിൽ വളരെ നിഗൂഢമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇനി അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Though Ranke was a great and brilliant historian, his approach was criticized by many writers. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളതും വളരെ മഹാനായിട്ടുള്ളതുമായ ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു റാങ്കെ എങ്കിലും അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ധാരാളം സ്കോളേഴ്സ് ക്രിട്ടിസൈസ് ചെയ്യുകയുണ്ടായി, വിമർശിക്കുകയുണ്ടായി. J.W. Thompson considered Ranke's sisters profoundly biased. J.W. തോംസൺ എന്ന ഹിസ്റ്റോറിയന്റെ അഭിപ്രായത്തിൽ റാങ്കെ വളരെ പക്ഷപാതപരമായിട്ട് പെരുമാറിയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റാങ്കെ ഒബ്സർവ്ഡ് ഗോഡ്സ് ഹാൻഡ് വർക്ക് ഓൺ ഓൾ ഹിസ്റ്ററി. ഹി ബിലീവ്ഡ് ദാറ്റ് ദ ഹിസ്റ്റോറിയൻ വർക്ക്സ് ഓൺ ഗോഡ്സ് ട്രാക്സ്. അപ്പോൾ എല്ലാ ചരിത്രത്തിലും ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക്, ഒരു കരകൗശലം അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗോഡ് നിശ്ചയിക്കുന്ന ട്രാക്കിലൂടെയാണ് ചരിത്രകാരൻ തൻ്റെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ J.W. തോമസിന്റെ അഭിപ്രായത്തിൽ റാങ്കെയുടെ ചരിത്രം എന്ന് പറയുന്നത് ബയസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ പക്ഷപാതപരമായിരുന്നു എന്നുള്ളതാണ്. Ranke was himself a product of the time, a loyal servant of the Prussian monarchy, a defender of church and state, and what he wrote was a complete reflection of his nation's bias and interest. പ്രഷ്യൻ രാജവാഴ്ചയുടെ ഒരു വിശ്വസ്ത സേവകനായിരുന്നു റാങ്കെ. അതുപോലെ തന്നെ ചർച്ചിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സംരക്ഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പക്ഷപാതിത്വത്തിൻ്റെയും സങ്കല്പങ്ങളുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കാണാൻ സാധിക്കുന്നതെന്നും ഉള്ള ഒരു വിമർശനമുണ്ട്. അതുപോലെ തന്നെ മതത്തിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ സമന്വയിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. He also neglected the social and economic interest in history and avoided any historical analysis that offended the most conservative interest in the Europe of his times. He gave greater importance to political history than to economic and cultural history. He is an admirer of nation state. ഇത് മറ്റൊരു വിമർശനമാണ്. അതായത് അദ്ദേഹം സാമ്പത്തിക സാംസ്കാരിക ചരിത്രത്തെക്കാൾ രാഷ്ട്രീയ ചരിത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ആരാധകനായിരുന്നു. ഒരു കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഒരു യാഥാസ്ഥിതികൻ എന്ന നിലയിൽ ലിബറൽ ഭരണഘടനയ്ക്കുള്ള ജനങ്ങളുടെ ആവശ്യത്തെ അടിച്ചമർത്തുമ്പോൾ അദ്ദേഹം പ്രഷ്യയിലെ ഫ്രെഡറിക് വില്യം നാലാമനെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ജനങ്ങൾ ഒരു ലിബറൽ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം പ്രഷ്യയിൽ ഉയർത്തിയപ്പോൾ അത് അടിച്ചമർത്താൻ ശ്രമിച്ച ഫ്രെഡറിക് വില്യം നാലാമനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. വിപ്ലവങ്ങൾക്കെതിരായിട്ടുള്ള യാഥാസ്ഥിതിക യൂറോപ്പിന്റെ വിജയമായി ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിന്റെ ഫലത്തെ അദ്ദേഹം പ്രശംസിപ്പിക്കുകയുണ്ടായി. 1870-71 കാലഘട്ടത്തിൽ നടന്ന ഫ്രാങ്കോ പ്രഷ്യൻ വാറിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി പ്രഷ്യ വിജയികളാവുകയാണ് ഉണ്ടായത്. He was against revolutionary movements. He always tried to defend the existing monarchical form of government. അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് എതിരായിരുന്നു. അതുപോലെ തന്നെ നിലവിലുള്ള മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റിനെ, രാജവാഴ്ചയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനും പ്രതിരോധിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പം മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടർ ആയിരുന്നു റാങ്കെ. He saw the triumph of nationalism and the suppression of nationalism by the conservatism of Metternich. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ദേശീയതയുടെ വിജയം കാണുകയുണ്ടായി. അതുപോലെ തന്നെ മെറ്റേണിച്ചിൻ്റെ, അതായത് ജർമ്മൻ ചാൻസലർ ആയിട്ടുള്ള കൺസർവേറ്റീവായിട്ടുള്ള യാഥാസ്ഥിതികനായിട്ടുള്ള
മെറ്റേണിച്ചിൻ്റെ ദേശീയതയെ അടിച്ചമർത്തുന്നതും മെറ്റേണിച്ച് ദേശീയതയെ സപ്രസ് ചെയ്യുന്നതും അടിച്ചമർത്തുന്നതും അദ്ദേഹം കാണുകയുണ്ടായി. സോ ഹി വാസ് എ true conservative product of the Metternich era. It has been criticized that Range's approach to history was neither scientific nor objective, but it was a political approach. ചരിത്രത്തോടുള്ള റാങ്കയുടെ സമീപനം ശാസ്ത്രീയമോ വസ്തുനിഷ്ഠമോ ആയിരുന്നില്ല, പക്ഷേ അത് ഒരു രാഷ്ട്രീയ സമീപനമായിരുന്നു എന്ന് വിമർശിക്കപ്പെടുകയുണ്ടായി. He misled a whole generation into believing that he was writing objective history, that he was at last approximating the truth. താൻ വസ്തുനിഷ്ഠമായിട്ടുള്ള ചരിത്രം എഴുതുകയാണ് എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തലമുറയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. യഥാർത്ഥത്തിൽ റാങ്കെ ഒരു വസ്തുനിഷ്ഠമായ വിവരണം അവതരിപ്പിക്കുന്നതിനുള്ള ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ഒരു രീതി പിന്തുടരുകയാണ് ചെയ്തത്. ഈ മെത്തഡോളജി നിബുവറാണ് യഥാർത്ഥത്തിൽ ഈ രീതി ആരംഭിച്ചത്, അല്ലെങ്കിൽ ആധുനിക ചരിത്ര രീതിശാസ്ത്രത്തിൻ്റെ ഈ സാങ്കേതികമായിട്ടുള്ള ആ ടെക്നോളജി അല്ലെങ്കിൽ മെത്തഡോളജി, ആ രീതി നിബുവർ എന്ന ഹിസ്റ്റോറിയനാണ് യഥാർത്ഥത്തിൽ ആരംഭിച്ചത്. പക്ഷേ ഇത് ഈ ഒരു രീതി റാങ്കെ ഫോളോ ചെയ്യുകയാണ് ഉണ്ടായത്, പിന്തുടരുകയാണ് ഉണ്ടായത് എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. He made no attempt at formulating a genuine philosophy or psychology. ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു തത്വശാസ്ത്രമോ ഒരു സൈക്കോളജിയോ ഒന്നും രൂപീകരിക്കാൻ റാങ്കെ ഒരു ശ്രമവും നടത്തിയില്ല എന്നും ക്രിട്ടിക്സ് പറയുന്നു. റാങ്കെ became the father of modern historicism. മോഡേൺ ഹിസ്റ്റോറിസിസത്തിന്റെ ഫാദറായി റാങ്കെ അറിയപ്പെടുന്നു. His writings were influenced by religious values. To him, the heart and soul of history is God. അദ്ദേഹത്തിന്റെ രചനകളെ മതപരമായ മൂല്യങ്ങൾ സ്വാധീനിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഹൃദയവും ആത്മാവും ഒക്കെ തന്നെ ദൈവമാണ്. But at the same time, he criticized the theological approach of other writers and did everything to establish objective history. അതേസമയം മറ്റ് എഴുത്തുകാരുടെ ദൈവശാസ്ത്രപരമായ സമീപനത്തെ അദ്ദേഹം വിമർശിക്കുകയും വസ്തുനിഷ്ഠ ചരിത്രം സ്ഥാപിക്കാൻ തന്നെക്കൊണ്ടാകുന്നതെല്ലാം ചെയ്യുകയും അദ്ദേഹം ചെയ്തു. It was hard for German historians to free themselves from the influence of the Rankian view of history. ജർമ്മൻ ചരിത്രകാരന്മാർക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള റാങ്കിയൻ വീക്ഷണത്തിന്റെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ദി ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ഓഫ് ജർമ്മനി വാസ് ഇൻഡീഡ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് ഇറ്റ്. ജർമ്മനിയുടെ ബൗദ്ധിക അന്തരീക്ഷം, ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയറിൽ റാങ്കയുടെ ആശയങ്ങളുടെയും വീക്ഷണങ്ങളുടെയും സ്വാധീനം എക്കാലവും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Ranke came to be recognized as a great historian during his lifetime. റാങ്കെ തൻ്റെ ജീവിതകാലത്ത് ഒരു മികച്ച ചരിത്രകാരനായി അംഗീകരിക്കപ്പെട്ടു. ബെർലിനിലെ റാങ്കയുടെ സെമിനാറുകൾ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിന്റെ ധാരാളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് വിശ്വസ്തരായി തുടരുകയും അവർ ജർമ്മനിയിൽ ഉയർന്ന പല പദവികളും അലങ്കരിക്കുകയും അതുപോലെ തന്നെ ജർമ്മനിയിലെ ഉയർന്ന പദവിയിലുള്ള ധാരാളം പോസ്റ്റുകൾ അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. റാങ്കെയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും നയിച്ച ഒരു മുന്നേറ്റത്തിന്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിന്റെ ഒരു രണ്ടാം പകുതിയോടെ ചരിത്രം പാശ്ചാത്യ ലോകത്ത് മിക്കയിടത്തും ഒരു സ്വയം നിലനിൽപ്പുള്ള ഒരു അക്കാദമിക വിഷയമായി മാറുകയുണ്ടായി. റാങ്കെ റെൻഡഡ് മെറിറ്റോറിയസ് സർവീസ് ടു ഹിസ്റ്ററി. റാങ്കെ ചരിത്രത്തിന് നൽകിയ സേവനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു, വളരെ മികച്ചതായിരുന്നു. Though his approach to history suffered from various defects, it cannot be denied that he played a significant role in the establishment of the teaching of history at university level. ചരിത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിന് വിവിധ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു പാഠ്യവിഷയമായി ചരിത്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ റാങ്കെ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവില്ല. അതുപോലെ തന്നെ he tried to construct history strictly on the basis of the contemporary sources.
സമകാലിക സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രം കർശനമായി നിർമ്മിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വസ്തുതകളുടെ കർശനമായ അവതരണമാണ് ചരിത്രരചനയുടെ പരമോന്നത നിയമം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് the strict presentation of facts is the supreme law of historical writing. വസ്തുതകളുടെ കർശനമായ അവതരണമാണ് ചരിത്രരചനയുടെ പരമോന്നതമായ നിയമം. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രരചനയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവും ഈ ഒരു സ്ട്രിക്റ്റ് പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ് ആണ്. അല്ലെങ്കിൽ വസ്തുതകളുടെ കർശനമായ അവതരണമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. റാങ്കയുടെ പ്രധാന ശ്രമം എന്ന് പറയുന്നത് ആധുനിക ചരിത്ര പഠനത്തിന് ഒരു ശാസ്ത്രീയമായ അടിത്തറ നൽകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. സ്രോതസ്സുകളുടെ വിമർശനാത്മക വിശകലനത്തിലൂടെയും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസിലൂടെയും പാരമ്പര്യ രീതിയിലുള്ള ചരിത്രരചനയെ അവോയ്ഡ് ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതിലൂടെയും വസ്തുനിഷ്ഠ ചരിത്രം എഴുതുന്നതിനുള്ള ഒരു സാങ്കേതികത, അതായത് ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി എഴുതുന്നതിനുള്ള ഒരു സാങ്കേതികത, മെത്തഡോളജി അദ്ദേഹം തൻ്റെ കൃതികളിൽ പ്രയോഗിക്കുകയും അത് ചരിത്രരചനകളിൽ അവലംബിക്കാനുള്ള ഒരു പ്രേരണ ചരിത്രകാരന്മാർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ സ്കോളർഷിപ്പിന്റെ മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളും ആധുനിക ചരിത്രശാസ്ത്രത്തിന്റെ സ്ഥാപകനുമാണ് റാങ്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.